DCC പ്രസിഡന്റായിരിക്കെ നിലവിലെ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കോഴ വാങ്ങി എന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കും വരെ സമരം തുടരാനാണ് CPMന്റെ തീരുമാനം. അതേസമയം വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. സാമ്പത്തിക വിഷയങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസിന് വിവരം കൈമാറും. എന്നാൽ അന്വേഷണത്തിന് KPCC പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മുതിർന്ന നേതാക്കൾ വിഷയം അന്വേഷിക്കുമെന്നും കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് T സിദ്ദിഖ് പറഞ്ഞു. IC ബാലകൃഷ്ണന്റെ ഓഫീസ് ആക്രമിച്ചത് അത് CPMന്റെ DYFI SFI സ്വഭാവം CPMലേക്ക് കൂടി കടന്നിട്ടുണ്ട്. വളരെ ഗൗരവമായി പറയാം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, MLAയുടെ ഓഫീസ് ആക്രമിച്ചു. അത് MLAയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല, അത് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും പറയാം. അക്രമം നടത്തി ഒരു ഓഫീസ് തകർക്കലാണ് വിയോജിപ്പ്, അങ്ങനെയല്ലല്ലോ. അപ്പോ അത് അക്രമം നടത്തി ഒരാളുടെ മേലെ ചാപ്പ കുത്താനുള്ള ശ്രമം, അത് ഞങ്ങൾ അങ്ങനെ ആരെയും വിട്ടുകൊടുക്കാൻ ഒരുക്കാണ്. അതിനെ പ്രതിനിധി സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.